Dear students, welcome to Tech Talks. Arraysൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Write a C program to multiply two matrices using multi-dimensional arrays. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം. ഒരു എക്സാമ്പിൾ നോക്കാം. 2 matrices തന്നിട്ടുണ്ട്, A ആൻഡ് B. 2x2 matrices ആണ്. എങ്ങനെയാണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? Rows from the first matrix meet columns from the second matrix. ഫസ്റ്റ് മാട്രിക്സ് റോസും സെക്കൻഡ് മാട്രിക്സ് കോളംസും കറസ്പോണ്ടിങ് കോളംസും സെലക്ട് ചെയ്യുക. മൾട്ടിപ്ലൈ മാച്ചിങ് നമ്പേഴ്സ് ആൻഡ് ആഡ് ദ മാപ്പ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് മാട്രിക്സ് ഫസ്റ്റ് റോ സെലക്ട് ചെയ്യുക. സെക്കൻഡ് മാട്രിക്സ് ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുക. മാച്ചിങ് നമ്പേഴ്സ് എടുക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. 1 into 5 പ്ലസ് 2 into 7, which is 19. Then first matrix, first row, second matrix, second column. Corresponding elements തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. Multiply matching numbers and add them up. In first matrix, second row, second matrix, first column. Multiply ചെയ്യുക, ആഡ് ചെയ്യുക. Then first matrix, second row, സെക്കൻഡ് മാട്രിക്സ് സെക്കൻഡ് കോളം. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഈ കിട്ടുന്ന റിസൾട്ട് കറസ്പോണ്ടിങ് റോ ആൻഡ് കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. എസ് എ റിസൾട്ടൻ മെട്രിക്സ്. ഈ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യാം? ആദ്യം ചെയ്യാനുള്ളത് ഫസ്റ്റ് 2 മാട്രിസസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് മാട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സൈസ് അനുസരിച്ച് ഓരോ എലമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ സെക്കൻഡ് മാട്രിക്സ് അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മാട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മാട്രിക്സ്. ഈ ഒരു റൂൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡ് മാട്രിക്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മാട്രിക്സ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മാട്രിക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാം, കോഡ് ചെയ്യാം. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ടു ഇൻപുട്ട് മാട്രിസസ് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ 2 മാട്രിക്സസ് മൾട്ടി ഡയമെൻഷണൽ അറേസ് ഡിക്ലെയർ ചെയ്യാം of integer type. First matrix A, integer type A, row size maximum row size 50 എന്ന് കൊടുക്കാം. column size 50, comma. second matrix ഡിക്ലെയർ ചെയ്യാം B. ബൈ ഡീഫോൾട്ട് ആയിട്ട് തന്നെ സൈസ് ഞാൻ കൊടുക്കുകയാണ്. മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്ന സൈസ് അവിടെയും 50, 50. ഞാൻ മാക്സിമം ലിമിറ്റ് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിമിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാം. എന്നൊരു സൈസ് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ദെൻ കോമ. മറ്റൊരു അറേ കൂടി ഡിക്ലെയർ ചെയ്യുകയാണ്. കാര്യം റിസൾട്ട് സ്റ്റോർ ചെയ്യണമല്ലോ. ഇപ്പോൾ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് മറ്റൊരു അറേ കൂടി ഡിക്ലെയർ ചെയ്യാം. 2 ഡയമെൻഷണൽ അറേ. നെയിം പ്രോഡക്റ്റ്. അവിടെ റോ സൈസ് ആൻഡ് കോളം സൈസ് 50 എന്ന് കൊടുക്കുകയാണ്. ഇനിയും വേരിയബിൾസ് വേണ്ടി വരും. ഫസ്റ്റ് മാട്രിക്സ് റോ സൈസ് ആൻഡ് കോളം സൈസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് 2 വേരിയബിൾസ്, എ റോസ്, കോമ എ കോളംസ്. സെക്കൻഡ് മാട്രിക്സ് റോ സൈസ് ആൻഡ് കോളം സൈസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അഗെയിൻ 2 വേരിയബിൾസ്, ബി റോസ്, കോമ ബി കോളംസ്. ഐട്രേഷന് വേണ്ടിയിട്ട് 3 വേരിയബിൾസ് കൂടി എടുക്കുകയാണ്, ഐ, ജെ ആൻഡ് കെ. ഞാൻ ഇൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 വേരിയബിൾസ് എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാ റോളും നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് മാട്രിക്സ് അക്സെപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് മാട്രിക്സ് റോ സൈസ് ആൻഡ് കോളം സൈസ് അക്സെപ്റ്റ് ചെയ്യാം. പ്രോംപ്റ്റ് കൊടുക്കുക, പ്രിന്റ് എഫ്, എൻ്റർ ദ റോസ് ആൻഡ് കോളംസ് ഓഫ് matrix A
then accept ചെയ്യാം. scanf 2 data accept ചെയ്യണം. integer type %d again %d comma address of a rows comma address of a columns. ഫസ്റ്റ് മെട്രിക്സിൻ്റെ സൈസ് അക്സെപ്റ്റ് ചെയ്തു. ഇനി 1 by 1 ആയിട്ട് ഓരോ എലമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. ഫോർ ദ ഫസ്റ്റ് മെട്രിക്സ് പ്രോംപ്റ്റ് കൊടുക്കാം. printf enter the elements of matrix A colon new line 1 by 1 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. നമുക്കറിയാം നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യാം. for I is equal to 0, I less than a rows, I plus plus. Next loop column select ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം. for j is equal to 0, j less than a columns, j plus plus. accept ചെയ്യാം. scanf %d comma address of a corresponding row and column I j. ഇപ്പോൾ ഫസ്റ്റ് മാട്രിക്സ് സൈസ് അക്സെപ്റ്റ് ചെയ്തു. സൈസിനനുസരിച്ച് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഇതുപോലെ തന്നെ സെക്കൻഡ് മാട്രിക്സ് അക്സെപ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പിയാണ്. ദെൻ ഇതൊന്ന് എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ ആക്കാം. പ്രോംപ്റ്റ് തന്നെ ഇങ്ങനെ കൊടുക്കാം. മാട്രിക്സ് ബി, ഇവിടെ ബി റോസ് എന്ന് ആക്കാം. ബി റോസ് ബി കോളംസ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ റൂൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് മാട്രിക്സ് കോളംസ് ഷുഡ് ബി ഈക്വൽ ടു സെക്കൻഡ് മാട്രിക്സ് റോസ്. അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എറർ വരും. ഇപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം. ഇഫ് കണ്ടീഷൻ ഇഫ് എ കോളംസ് നോട്ട് ഈക്വൽ ടു ബി റോസ്, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എററാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ കൊടുക്കാം. നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ printf error we cannot multiply matrices. Then exit the program with an error message. ഇപ്പം ഇങ്ങനെ കൊടുക്കാം. ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. എ കോളംസ് നോട്ട് ഈക്വൽ ടു ബി റോസ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇനി പ്രോഗ്രാം റൺ ചെയ്യേണ്ട, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എറർ മെസ്സേജ് ആണ്. ഇപ്പം ഇങ്ങനെ കൊടുക്കാം. റിട്ടേൺ 1. OSന് ഒരു എറർ മെസ്സേജ് പാസ് ചെയ്യാനാണ് റിട്ടേൺ 1 കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബി മാട്രിക്സ് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് എഡിറ്റ് ചെയ്യാം. എൻ്റർ ദ എലമെൻറ്റ്സ് ഓഫ് മാട്രിക്സ് ബി എന്നാക്കുക. ദെൻ നെസ്റ്റഡ് ലൂപ്പ് I less than b rows, j less than b columns. accept ചെയ്യുമ്പോൾ address of b I j. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. 2 മാട്രിക്സസ് അക്സെപ്റ്റ് ചെയ്തു. ഇനി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അവിടെയും നെസ്റ്റഡ് ലൂപ്പാണ്. കാര്യം എന്താണ്? റോസ് ആൻഡ് കോളംസ് പിക്ക് ചെയ്യണം. കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളംസ്. ഫസ്റ്റ് മാട്രിക്സ് റോസ് പിക്ക് ചെയ്യുക. സെക്കൻഡ് മാട്രിക്സ് കോളംസ് പിക്ക് ചെയ്യുക. മാച്ചിങ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സം ചെയ്ത് പോകണം. ഓരോ മാച്ചിങ് എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ദ പ്രോഡക്റ്റ് ഓഫ് നെക്സ്റ്റ് മാച്ചിങ് പെയർസ് പ്ലസ് നെക്സ്റ്റ് പെയർ സോ ഓൺ. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. for I is equal to 0, I less than a rows, semicolon, I plus plus. ഫസ്റ്റ് മാട്രിക്സ് റോസ് സെലക്ട് ചെയ്യാനാണ് ഈ ഒരു ഫോർ ലൂപ്പ്. ഇന്നർ ലൂപ്പ്. അടുത്തത് എന്താണ്? സെക്കൻഡ് മാട്രിക്സ് കറസ്പോണ്ടിങ് കോളം സെലക്ട് ചെയ്യണം.
ഇങ്ങനെ കൊടുക്കാം. ഫോർ ജെ ഈസ് ഈക്വൽ ടു 0, കണ്ടീഷൻ ജെ ലെസ് ദാൻ ബി കോളംസ്. സെക്കൻഡ് മെട്രിക്സ് കോളംസ് ആണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബി കോളംസ് സെമി കോളം ജെ പ്ലസ് പ്ലസ്. പ്രോഡക്റ്റ് എടുത്തിട്ട് സം ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം ഓഫ് ഇൻറ്റീജർ ടൈപ്പ് ഇൻറ്റ് സം ഈക്വൽ ടു 0. ഓരോ തവണയും സ്റ്റാർട്ടിങ്ങിൽ സമ്മിൻ്റെ വാല്യൂ 0 ആക്കുകയാണ്, റീസെറ്റ് ചെയ്യുകയാണ്. കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളം സെലക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മാച്ചിങ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്ത് പോകണം. അപ്പോൾ തുടക്കത്തിൽ സം ഈസ് ഈക്വൽ ടു 0. ദെൻ ഇനി ശ്രദ്ധിക്കാനുള്ളത് ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് റോ സെലക്ട് ചെയ്തു, സെക്കൻഡ് മെട്രിക്സ് കോളം സെലക്ട് ചെയ്തു. അത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തല്ലോ, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് മാച്ചിങ് എലമെൻറ്റ്സ് പിക്ക് ചെയ്യണം. ഐട്രേഷൻ നടക്കണ്ടേ? ഇറ്ററേറ്റ്സ് ത്രൂ ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ റോ ഓഫ് എ ആൻഡ് ദ കോളം ഓഫ് ബി. ഇപ്പോൾ മാച്ചിങ് പേഴ്സ് പിക്ക് ചെയ്യാനായിട്ട് മറ്റൊരു ലൂപ്പ് കൂടി കൊടുക്കണം. അപ്പോൾ ഇൻസൈഡ് ദ ലൂപ്പ് ദ സെക്കൻഡ് ഇന്നർ ലൂപ്പ് ഫോർ k is equal to 0, semicolon, k less than a columns, semicolon, k plus plus. അതായത് ഫസ്റ്റ് മെട്രിക്സ് എ റോ സെലക്ട് ചെയ്തു, ആ റോയിലുള്ള എല്ലാ എലമെൻസും, അപ്പോൾ ആ കോളം സൈസ് നോക്കണ്ടേ, ഫസ്റ്റ് മെട്രിക്സിൽ തന്നെ ഫസ്റ്റ് റോ എല്ലാ എലമെൻസും പിക്ക് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്, കെ ലെസ് ദാൻ എ കോളംസ്. ആ ഒരു റോയിൽ തന്നെ എല്ലാ എലമെൻസും പിക്ക് ചെയ്യണം, എല്ലാ കോളം എലമെൻസും പിക്ക് ചെയ്യണം. ദെൻ ഇൻസൈഡ് ദ ലൂപ്പ് മൾട്ടിപ്ലൈ ചെയ്യണം, സം ചെയ്ത് പോകണം അല്ലേ. അപ്പം ഇങ്ങനെ കൊടുക്കാം, സം ഈക്വൽ ടു സം പ്ലസ് എ ഐ കെ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ബി കെ ജെ. ഫസ്റ്റ് മെട്രിക്സ് റോയ്ക്ക് അനുസരിച്ച്, അതായത് ഐ ആണല്ലോ റോ സൈസ്, എ റോസ്. ഇപ്പോൾ റോ സൈസിനനുസരിച്ച് ഫസ്റ്റ് റോയിലുള്ള എല്ലാ എലമെൻസും പിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്, എ ഐ കെ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ബി, അവിടെ ബി കോളംസ് എന്ന് പറയുന്നത് ജെ ആണ് തരുന്നത്. കോളത്തിലുള്ള എല്ലാ എലമെൻസും പിക്ക് ചെയ്യണം, ബി കെ ജെ. ഓരോ മാച്ചിങ് പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ ആഡ് ചെയ്ത് പോവും. ഇന്നർ ലൂപ്പ് എക്സിറ്റ് ആകുമ്പോൾ ആ ഒരു സം റിസൾട്ടൻ മെട്രിക്സിൽ സ്റ്റോർ ചെയ്യണം. അപ്പം ഇങ്ങനെ കൊടുക്കാം, പ്രോഡക്റ്റ് ഐ ജെ ഈക്വൽ ടു സം. ഓരോ ഐട്രേഷന് ശേഷവും റിസൾട്ട് പ്രോഡക്റ്റ് മെട്രിക്സിൽ സ്റ്റോർ ചെയ്യണം, കറസ്പോണ്ടിങ് ടു ഐ ആൻഡ് ജെ. പ്രോഡക്റ്റ് ഐ ജെ ഈക്വൽ ടു സം. ഐ ആൻഡ് ജെ ഓരോ ഐട്രേഷനിലും വേരി ചെയ്യും, മാറി മാറി വരും. പ്രോഡക്റ്റ് 0 0, ദെൻ പ്രോഡക്റ്റ് 0 1, അങ്ങനെ മാറി മാറി വരും. അതിനനുസരിച്ച് റിസൾട്ട് സ്റ്റോർ ചെയ്ത് പോകും. ഓക്കെ, റിസൾട്ട് എവിടെയായിരിക്കും? പ്രോഡക്റ്റ് മെട്രിക്സിലായിരിക്കും. ഈ ഫൈനൽ സ്റ്റെപ്പ്, പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇനി ഡിസ്പ്ലേ ചെയ്യാമല്ലോ, അതുകൂടി ചെയ്താൽ മതി. അതിന് നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം, ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാം. printf resultant matrix new line, then nested loop, copy paste ചെയ്യാം. എലമെന്റ് അക്സെപ്റ്റ് ചെയ്തതുപോലെ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യാം. ഇവിടെ സ്കാനർ ഫംഗ്ഷന് പകരം പ്രിന്റ് ചെയ്യുക, പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. printf %d, പ്രോഡക്റ്റ് മെട്രിക്സ് ആണല്ലോ പ്രിന്റ് ചെയ്യാനുള്ളത്. പ്രോഡക്റ്റ്
ij. ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോയിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നർ ലൂപ്പ് എക്സിറ്റ് ആകുമ്പോൾ ഇങ്ങനെ കൊടുക്കാം printf /n ന്യൂ ലൈൻ, then end with return 0. നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഓരോ എലമെൻറ്റും പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് കൂടി കൊടുക്കണേ. കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ്. ഓരോ എലമെൻറ്റിന് ശേഷവും സ്പേസ് കൊടുക്കുക. % സ്പേസ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. A row size 2, column size 2. ഫസ്റ്റ് മാട്രിക്സ് എലമെൻറ്റ്സ് എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റർ ചെയ്യാണ്. 1 2 ഫസ്റ്റ് റോ, then സെക്കൻഡ് റോ 3 4. ഓക്കെ, then സെക്കൻഡ് മാട്രിക്സ് സൈസ് കൊടുക്കാം. അതിന് 2x2 മാട്രിക്സ് കൊടുക്കുകയാണ്. 2 കോളം സൈസ് 2, എലമെൻറ്റ്സ് 1x1 ആയിട്ട് കൊടുക്കാം. 5 6 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ 7 8. കണ്ടോ, റിസൾട്ട് വന്നിട്ടുണ്ട്. കറക്റ്റാണ്. നിങ്ങൾ ഡിഫറെൻറ്റ് ഇൻപുട്സ് കൊടുത്ത് നോക്കുക, അത് വെരിഫൈ ചെയ്യുക, പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ലോജിക്ക് വെച്ച് തനിയെ പ്രോഗ്രാം എഴുതി നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.